നമ്മളിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആഗ്രഹിച്ചുകൊണ്ട് പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലാണല്ലോ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാണുന്നത്. ആ ഈശോയുടെ വാഗ്ദാനം പ്രകാരം, ഈശോ പറഞ്ഞതിന് പ്രകാരം അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതെന്ന് നമുക്കറിയാലോ. എല്ലാ വിശുദ്ധരെയും വിശുദ്ധര് വിശുദ്ധൻ അങ്ങനെയാണല്ലോ പറയുന്നത്. മാതാവിനെ മാത്രം പരിശുദ്ധ അമ്മ എന്ന് പറയുന്നു. അതിപരിശുദ്ധ അതിപരിശുദ്ധ. നമുക്ക് പരിശുദ്ധിയെക്കുറിച്ചുള്ള വിശുദ്ധിയെക്കുറിച്ച് വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ആത്മാവെന്ന് നിറയുന്നതും വിശുദ്ധിയും തമ്മിലുള്ള ബന്ധം. പക്ഷെ ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. കാരണം ആ ആ, ഈശോ ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ചു എന്ന് നമുക്കറിയാം. ഈ 33 വർഷം ജീവിച്ചു. ഈ 33 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഈശോയുടെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നു. ചെറുപ്പത്തിൽ നോർമലായിട്ട് നമുക്കറിയാം 30-ആം വയസ്സ് വരെ ഉറപ്പായിട്ടും ഈശോ വീട്ടിലാണ്. അപ്പൊ അവിടെ ഉണ്ട്. പിന്നെ നമ്മള് ഈശോയുടെ പരസ്യ ജീവിതത്തില് ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനും ഈശോയുടെ അമ്മയും സഹോദരന്മാരും വന്നു എന്ന് പറഞ്ഞൊരു ഒരു രംഗം കാണുന്നുണ്ട്. അതിനർത്ഥം ഈശോ ഇവിടെ പിന്നാലെ അമ്മ നടന്നിരുന്നു എന്നാണല്ലോ അതിനർത്ഥം. പിന്നെ നമ്മുടെ കാനായിലെ കല്യാണ വിരുന്നിൽ കാണുന്നത് അവിടെയും അവിടെയെല്ലാം ഈ അമ്മയുടെ സാന്നിധ്യം. പിന്നെ കുരിശിന്റെ ചൂട്ടിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കുരിശ് യാത്രയിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പുതിയ നിയമത്തിൽ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. അത് പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെടുത്തിയ നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെടുത്തിയ ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗത്തിൽ ഗബ്രിയേൽ ദൈവദൂതന്റെ സന്ദർശനത്തിലാണല്ലോ. അപ്പം വ്യക്തമായിട്ട് പറയുന്നുണ്ട് 25-ാം വാക്യത്തില് ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് ഈശോയുടെ ജനനത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു 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 സംദിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗബ്രിയേൽ ദൈവദൂതൻ പറയുന്ന 35-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇവിടെയാണ് പുതിയ നിയമത്തില് ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയായിട്ട് റിലേറ്റഡ് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ വാക്ക് ഉപയോഗിക്കുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അവിടെ പരിശുദ്ധാത്മാവ് ഓൾറെഡി നിറഞ്ഞു. ആ പിന്നെ എലിസബത്തിനെ കാണാനുള്ളത് ഒറ്റ പോക്കാണ്. എലിസബത്തിനെ കാണാൻ പോവുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചന ഭാഗമാണ്. 39 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗത്തിലാണ് എലിസബത്ത് പുണ്യവതിയെ പോയി അഭിവാദനം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് 41-ാം വാക്യം, മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി കേട്ടോ. ആത്മാവ് നിറഞ്ഞ അമ്മ ഇളയമ്മയുടെ അടുത്ത് ചെന്നപ്പോഴത്തേനും അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. രണ്ടാമത് നമ്മൾ അവിടെയാണ് കാണുന്നത് പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ട് കാണുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് ലൂക്കായുടെ സുവിശേഷം അമ്മയുടെ ജീവിതം തന്നെ നമ്മൾ അമ്മയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാവേ. ഈശോയുടെ ചെറുപ്പകാലത്തെ ആ ഒരു യാത്രയാണ് നമ്മൾ ശരിക്കും നടക്കുന്നത്. പിന്നെ ഈശോ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈശോയുടെ പരിച്ഛേദന സമയമായപ്പോഴത്തേന് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഹന്നായും ഷിമയോനും ഹന്നായും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗത്തിലാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഉണ്ണീശോയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം എഴുതി വെച്ചിരിക്കുകയാണ് 25 മുതൽ, ജെറുസലേമിൽ ഷിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനെ കാണുന്നത് വരെ അവൻ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവൻ വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. കണ്ടോ, ഈശോയും മാതാവും യോസേപ്പ് പിതാവും അങ്ങോട്ട് വരുമ്പോഴത്തേനും അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയും. അവരിങ്ങോട്ട് വരുമ്പോഴത്തേനും അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ ഈശോയെ കരങ്ങളിൽ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. കണ്ടോ, പരിശുദ്ധ അമ്മയുടെ അടുത്ത സ്ഥലത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം
നമ്മൾ കണ്ടുമുട്ടുകയാണ്. വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോഴത്തേനും ഫെനുവേലിന്റെ പുത്രി ആഷേർ വംശീയ അന്ന പുണ്യവതിയുടെ ആത്മാവിന്റെ ഒരു നിറവ് കാണുകയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണ പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ് ഈശോയുടെ അതിശക്തമായ ഒരു പ്രവർത്തനം. ഈശോയുടെ അതിശക്തമായ ഒരു പ്രവർത്തനം. അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് കാനായിലെ കല്യാണ വിരുന്ന് കാണുന്നത്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു വെക്കുന്നത് പ്രകാരമാണ്. കാനായിലെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മാതാവിനെ വിളിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അതായത് അമ്മയുടെ ഒരു സാന്നിധ്യം കണ്ടോ? അമ്മയുടെ ഒരു സാന്നിധ്യം അതിങ്ങനെ ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിച്ച, അമ്മ വിളിക്കാത്തടത്ത് വരും. എന്ന് വെച്ചാൽ മക്കൾ എവിടെയുണ്ടോ അവിടെ അമ്മ ഉറപ്പായിട്ടും വരും. എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഒരു വീട്ടില് മക്കൾ വലിയ പ്രശ്നത്തിലാണ്, അമ്മയായിട്ട് തല്ലിപ്പിരിഞ്ഞ്, മാതാപിതാക്കളൊക്കെ ആയിട്ട് തല്ലിപ്പിരിഞ്ഞ് മക്കൾ മാറി താമസിക്കുകയാണ്. അപ്പൊ അവര് ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ ഒരു കല്യാണമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു ആദ്യ കുർബാനയൊക്കെ വരുമ്പോഴത്തേനും ഇവരെ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും അമ്മ എന്നാ പറയുന്നത്, അവൻ എന്റെ മോനാ, അല്ലെ അവൾ എന്റെ മോളാണ്, എന്നെ വിളിക്കൊന്നും വേണ്ട, ഞാൻ ഉറപ്പായിട്ട് പോകും. ഇടിച്ചു കയറി ചെല്ലുകയാണ്. ഇനി വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകും, മക്കൾ തമ്മിൽ വലിയ പ്രശ്നത്തില് കത്തി എടുത്ത് ഇങ്ങനെ കുത്താൻ വേണ്ടി നിൽക്കും. ആരാ ഇടയ്ക്ക് കയറുന്നത്? ധൈര്യം സംഭരിച്ച് കയറുന്ന ഒരാളാണ് അമ്മ. അങ്ങനെ ഒരു സംഭവം നമ്മളിവിടെ കാണുകയാണ്. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പം അമ്മയുടെ സാന്നിധ്യം ഈശോയോട് പറയാണ്, അവർക്ക് വീഞ്ഞില്ല. കട്ടൻ റൈറ്റായിട്ട് പോയി പറയാണ്, അവർക്ക് വീഞ്ഞില്ല. അപ്പൊ അവിടെ വീഞ്ഞില്ലെന്ന് പറയുമ്പോ തന്നെ ഈശോ ആദ്യം എനിക്കും നിനക്കും ഇത് എന്റെ സമയം ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത സെക്കൻഡ് വീണ്ടും അമ്മ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവൻ പറയുന്ന പോലെ ചെയ്തേക്കാം. പിന്നെ നമ്മള് കാണുന്നത് ഈശോയുടെ കുരിശ് യാത്രയിലാണ്. നമുക്കൊരു വേദനാജന പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഇപ്പൊ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് ക്ലിക്ക് ആയില്ലെങ്കിൽ പോലും പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ രംഗമൊക്കെ ഓർമ്മ വരും. ഈശോയെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഈശോയെ വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ ഈശോയുടെ രക്തം ഇങ്ങനെ ഈശോയെ അങ്ങനെ എന്താ പറയുക ചാട്ടവാറ് വെച്ച് അടിച്ച് കഴിഞ്ഞ് ഈശോയുടെ രക്തം അവിടെ കിടക്കുന്നതിനും എന്നിട്ട് ഈശോയെ അവിടുന്ന് വലിച്ചുകൊണ്ട് പോകും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു രംഗം. ഒരു 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 എന്താ പറയുക ഒരു തുണി കൊണ്ടുവന്നിട്ട് പരിശുദ്ധ അമ്മയും മഗ്ദലന മറിയവും യോഹന്നാനും കൂടിയിട്ട് ആ ബ്ലഡ് അവിടുന്ന് തുടച്ചെടുക്കണം. പിന്നെ ഈശോയെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേനും ആ കുരിശ് യാത്രയിൽ മുന്നോട്ട് മൂവ് ചെയ്യുന്നു. നമ്മൾ ആ കുരിശിന്റെ വഴിയിലൊക്കെ, ആ ബെലച്ചന്റെ കുരിശിന്റെ വഴിയിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ, അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ ഹൃദയം അമ്മയുടെ വേദന മകന്റെ ഹൃദയം തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം എഴുതിയിട്ടുണ്ട്. പിന്നെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് തരികയാണ്. അമ്മയെ തരികയാണ് ഒന്ന് ഓർക്കുക. അപ്പൊ ഈശോയുടെ മരണം വരെ, ഈശോയുടെ ജനനം മുതൽ മരണം വരെ അമ്മയുടെ സാന്നിധ്യം, നിറ സാന്നിധ്യം ഈശോയുടെ കൂടെ നിൽക്കുകയാണ്. ഈ അമ്മയെ നമുക്ക് തന്നു. ഈ അമ്മയെ നമുക്ക് തന്നിട്ട് ഇനിയാണ് അപ്പസ്തോല പ്രവർത്തനത്തിലെ അതിപ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിപ്രധാനപ്പെട്ട ഭാഗത്തിൽ പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോഴത്തേന് ഇവരെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. 1-ാം അധ്യായം 14-ാം വാക്യത്തില് ഈ ശിഷ്യന്മാരെ, നമ്മൾ ഇന്നലെ ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചല്ലോ. അവരിങ്ങനെ പലതരത്തിലുള്ള ഒരുമിച്ചിരിക്കും പറയാം. ഈശോയെ തള്ളിപ്പറഞ്ഞതിന്റെ വേദന, ഈശോയിൽ നിന്ന് ഓടി മാറിയതിന്റെ വേദന, അവരെല്ലാം വേദന ഇരുന്ന സമയത്താണ് ഈശോ ആത്മാവിനെ കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 1:14. അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ, പരിശുദ്ധ അമ്മ പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, ശിഷ്യന്മാരെ അമ്മ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞതെല്ലാം നമ്മൾ കേൾക്കണം. ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മനെ തരും.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മ ശരി എൻകറേജ് ചെയ്തിട്ട് അമ്മ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചെന്തായിരിക്കും? അമ്മ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചെന്തായിരിക്കും? ഈശോയെ, എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്, എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അങ്ങയുടെ പ്രിയ ശിഷ്യന്മാരിൽ പ്രവർത്തിക്കണം. എന്റെ പ്രിയ മക്കളിൽ 12 പേര് ഒരുമിച്ച് 120 പേരോട് ഒരുമിച്ച് കൂടിയെന്നാണ് നമ്മൾ കാണുന്നത്. ഈ പ്രിയ മക്കളിലെല്ലാം ആത്മാവ് നിറയും. ഈ പ്രിയ മക്കളിലെല്ലാം ആത്മാവ് നിറയും. അവിടുന്ന് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും പെന്തക്കോസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന ഭവനം മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരെല്ലാവരുടെ മേൽ വന്നു. കണ്ടോ? ഇതേത് ആത്മാവാണ്? ഇതേത് ആത്മാവാണ്? ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് മാതാവിനോട് പറഞ്ഞ ഗബ്രിയേൽ ദൈവത്തോട് പറഞ്ഞ വാക്കാണ്. ഈ വാക്ക് തന്നെയാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈശോ ശിഷ്യന്മാരോട് അപ്പോസ്തല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇവിടെയാണ് നമ്മുടെ ജപമാലയുടെയൊക്കെ പ്രാധാന്യം ഇരിക്കുന്നത്. ഇവിടെയാണ് ജപമാലയുടെയൊക്കെ പ്രാധാന്യം ഇരിക്കുന്നത്. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പക്ഷേ അമ്മയെ വിളിക്കുകയാണ്, അമ്മയെ വിളിക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ ആ മക്കള് പിണങ്ങിയിരിക്കുന്ന ഒരു അമ്മയുടെ രംഗം ഒന്ന് ഓർത്തിരിക്കുക. അമ്മയിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ് മക്കൾ. അമ്മയ്ക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ മകന് മാനസാന്തരം ഉണ്ടാകും, അല്ലെങ്കിൽ മകൾക്ക് മാനസാന്തരം. അമ്മയൊന്ന് വിളിച്ചേ. അമ്മ വിളിക്കുമ്പോഴത്തേനും എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ അമ്മ കട്ട് ചെയ്യും. സ്നേഹമുള്ള അമ്മ കട്ട് ചെയ്യല. അല്ലെങ്കിൽ ആ അമ്മ അത്ര ഹൃദയം കല്ലിച്ച നീചയായിട്ട് നമുക്ക് ഈ മാതാവിനെ അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല ആൾക്കാർ. അപ്പൊ അമ്മ ചാടി വരും. അതിനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. എത്രയും ദൈവമുള്ള മാതാവ്, പരിശുദ്ധരാജ്ഞി, എന്തെങ്കിലും പ്രാർത്ഥനകളാ. അപ്പൊ ഈ വിളിച്ചാൽ ആ സ്പോട്ടിൽ വരും. അമ്മ വന്നാൽ ആരവിടെ ഉണ്ട്? അമ്മ പോയടുത്ത് എലിസബത്തിന്റെ അടുത്ത് പോയപ്പോ എലിസബത്തിന് ആര് നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അല്ലെ? ശെമയോനിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത്. അന്നയിൽ പരിശുദ്ധാത്മാവ് ആ, നിറയുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലുണ്ട്. പിന്നെ കാനായിലെ കല്യാണ വിരുന്നില് ഈശോയുടെ സാന്നിധ്യത്തില് അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സാന്നിധ്യത്തില് ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈശോയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, അമ്മയെന്ന് നമ്മൾ വിളിക്കുമ്പോ, അമ്മ നമ്മുടെ അടുത്ത് വരുമ്പോ ആര് നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട്? ആര് നമ്മുടെ ഉള്ളിൽ നിറയും? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുന്നു. ഉറപ്പായിട്ടും നിറയും. ഉറപ്പായിട്ടും നിറയുന്നുണ്ട്. അതായത് നമ്മള് ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങളെ. ഈ ജപമാല ഭക്തിയൊക്കെ ഒരുപാട് നാള് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ജപമാല ചൊല്ലാനൊക്കെ ഒരു പ്രചോദനം തോന്നുകയാണ്. പക്ഷെ നമ്മളൊന്ന് നോക്കി ചൊല്ലി തുടങ്ങുമ്പോൾ പോലും നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഈ അഭിഷേകത്തിന്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കില്ല. ഒറ്റയടിക്കില്ല. ശിഷ്യന്മാരെ തന്നെ നോക്കി, അവർക്ക് ഒറ്റയടിക്കാ പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. പക്ഷെ ഈ 3 വർഷം കൂടെ കൊണ്ടുനടന്ന് ഈശോ പ്രിപ്പയർ ചെയ്തു. 3 വർഷം ഈശോ കൂടെ കൊണ്ടുനടന്ന് പ്രിപ്പയർ ചെയ്തു. മാതാവിനെ കൊടുത്തു. മാതാവിനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എത്ര ദിവസം അവിടെ ഇരുന്ന പ്രാർത്ഥിച്ചത്? ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ വരെ നഗരം വിട്ട് പുറത്ത് പോകരുത്. 150 ദിവസത്തോളം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഈ പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ ആ 20 പ്രഭാഷകന്റെ പുസ്തകം 24:31. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ തോട് നദിയായി, നദി സമുദ്രമാണ്. കണ്ടോ? ഒറ്റയടിക്കല്ല. തോടാണ് നദിയായത്, നദിയാണ് സമുദ്രമായത്. ഇപ്പൊ നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി തുടങ്ങുന്നു. നന്മ നിറഞ്ഞ മറിയമേയൊക്കെ നമ്മൾ ചൊല്ലി തുടങ്ങുമ്പോഴത്തേനും പതിയെ പതിയെ ആത്മാവിന്റെ നിറവ് അങ്ങോട്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉടനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് അറിയും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറിയും. ഇപ്പൊ നമ്മൾ ഒരു പൈപ്പിന്റെ ചോട്ടിൽ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ടെന്ന് നോക്കുക. ബക്കറ്റിന്റെ ചോട്ടിൽ ഒരു പൈപ്പ് ഇരിപ്പുണ്ടെങ്കിൽ പൈപ്പ് ഇച്ചിരി ലൂസാണ്. പൈപ്പിന്റെ അതിന്റെ ലോക്ക് ഇച്ചിരി ലൂസാണ്. അപ്പം 1-2 തുള്ളി ഇങ്ങനെ പതിയെ പതിയെ വീഴുന്നുണ്ടാവും. 1-2 തുള്ളി പതിയെ പതിയെ വീഴുന്നുണ്ടാവും. പക്ഷെ അത് കുറേ സമയം കഴിയുമ്പോൾ നിറയും. ഈ തുള്ളി വന്ന് നിറയും. ഈ തുള്ളി വീണ് 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 ഈ ബക്കറ്റ് നിറയും. നിറയാതിരിക്കാൻ പറ്റത്തില്ല. അറിയാതിരിക്കാൻ പറ്റത്തില്ല. 100% ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് പതിയെ 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 അഭിഷേകത്തിന്റെ ശക്തി ഉയരാൻ. അല്ല, നമ്മൾ ഈ ചരിത്രത്തിൽ ഈ വിശുദ്ധാത്മാക്കൾ മുഴുവൻ നോക്കി. വിശുദ്ധ ജോൺ വിയാനി പുണ്യവാളനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ലേ. ജോൺ വിയാനി പുണ്യവാളൻ വെറും മരമണ്ട കഴുതേനെ വിളിച്ചു. കഴുതേനെ വിളിച്ചു. കഴുതേനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോകും. എല്ലാ പരീക്ഷയും തോറ്റു. അദ്ദേഹം മാത്രം 10-20 സെമിനാരിക്കാരുള്ളത് അദ്ദേഹം മാത്രം തോറ്റുപോവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. ഈ മണ്ടനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് അധികാരികളുടെ
ചിന്ത. അപ്പം പിതാവിനെ വിളിച്ചിട്ട് റെക്ടറച്ചൻ പറയാണ്, പിതാവേ, ഒരാൾ മാത്രം ശരിയാവാൻ തോന്നുന്നില്ല, അവനെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. അപ്പം പിതാവ് ചോദിക്കും, അവൻ പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കും. അവൻ പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കും. അപ്പൊ റെക്ടറച്ചൻ പറയാം, അവനോ, ആ മണ്ടർ അത് മാത്രമേ അറിയത്തുള്ളൂ. അവൻ ഫുൾ ടൈം ജവമാനെ പിടിച്ച് നടപ്പാണ്. അവൻ കോർട്ടിൽ കളിക്കാനൊന്നും പോകത്തൊന്നുമില്ല. അവൻ ഫുൾ ടൈം ഇതാണ് പണി. അത്യാവശ്യം പണികളൊക്കെ ചെയ്യും. അപ്പൊ അവൻ ഫുൾ ടൈം ജവമാനം. അപ്പത്തേനും പിതാവ് പറയാം, അങ്ങനാണെങ്കിൽ ഞാൻ അവന് പട്ടം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന് പട്ടം കൊടുക്കും. ഈ മണ്ടനാണ് ഈ മണ്ടനാണ് ആഴ്സ് എന്ന പട്ടണത്തിലോട്ട് പോയി വിശുദ്ധീകരിച്ചത്. നമുക്കറിയാലോ എന്താണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒറ്റ കാര്യമുള്ളത്, ജപമാല. ജപമാല. മാതാവിനോട് ഭയങ്കരമായ അതിഭീകരമായ ഭക്തിയായിരുന്നു. ഭദ്രപ്പിയോടെയൊക്കെ കൃപ നമുക്കറിയാലോ. ഈ ഒരു കാലഘട്ടത്തിൽ അതിശക്തരായ വിശുദ്ധരാണ്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെയൊക്കെ വിഷ്ണമാണ് ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് എന്താ പറഞ്ഞത്. അദ്ദേഹം ചെന്നിട്ട് ആഴ്സ് എന്ന പട്ടണത്തിന്റെ താഴ്വാരത്തിലെത്തി. എന്നിട്ട് അവിടെ ഒരു ചെറുക്കൻ നിൽക്കുക. ആ ചെറുക്കനോട് ചോദിക്കും, ആ ആഴ്സിലെ ദേവാലയത്തിലേക്ക് പോകുന്ന വഴി എവിടെയാണ്. അപ്പൊ ഈ ചെറുക്കൻ ചോദിക്കും, ഞാൻ അത് പറഞ്ഞു തന്നാൽ നീ എനിക്ക് എന്നാ തരുന്നു. അപ്പൊ പുള്ളി മറുപടി കൊടുക്കുന്നത്, നീ എനിക്ക് ആഴ്സിലോട്ടുള്ള പള്ളിയുടെ വഴി പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ നിനക്ക് സ്വർഗത്തിലോട്ടുള്ള വഴി പറഞ്ഞു തരാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, സ്വർഗത്തിലോട്ടുള്ള വഴി പറഞ്ഞു തരാം. അപ്പൊ എന്നിട്ട് അദ്ദേഹം വിശുദ്ധീകരിക്കുന്നുണ്ടോ. പള്ളിയിൽ വന്ന ആൾക്കാർ, കാഴ്ചക്കാരെ പോലെ കുറെ പേര് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. പുള്ളി ഒരു വ്യത്യസ്തനാണ്. പണ്ടത്തെ വികാരിമാരെ പോലെ ഒന്നുമില്ല. ആരെയും തെറി പറയാനോ ഒന്നുമില്ല. ഷാപ്പിലൊക്കെ ബാറിലൊക്കെ ചെന്നിട്ട് പറയണ, നിങ്ങൾ കള്ളത്തരം ഒന്നും കാണിക്കില്ല, ഇവർക്ക് നല്ല ഡീസന്റ് ആയിട്ടുള്ള കള്ളു കൊടുക്കണം, അല്ലെ, ചീട്ട് കളിക്കുന്നവരുടെ ചെന്നിട്ട് പറഞ്ഞ് കള്ളക്കളി കളിച്ചേക്കില്ല, മര്യാദയ്ക്ക് കളിച്ചോണം, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവർക്ക് മനസ്സിലായ ഒരു വ്യത്യസ്തൻ വ്യത്യസ്തൻ വ്യത്യസ്തൻ. എന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് പുള്ളി ഒറ്റ കാര്യം, കുർബാനക്കിടയ്ക്ക് ഇയാൾ എന്നാ പറയുന്നത് നോക്കിയിരിക്കുക ആൾക്കാർ, ഒറ്റ കാര്യം മാത്രമാണ്, ഈശോ സ്നേഹമാണ്, നിങ്ങളെല്ലാവരും സ്നേഹിക്കും. പരിശുദ്ധ അമ്മാവിന്റെ ഒന്നാമത്തെ സ്ഥലം നമുക്കറിയാലോ. ഏഹ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നവന്റെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിച്ചു. ഒരു ജനതയെ വിശുദ്ധീകരിച്ചു. പുള്ളിയുടെയൊക്കെ കുർബാനയ്ക്ക് മുന്നിൽ ലക്ഷങ്ങൾ കാത്തു നിൽക്കുക. അപ്പം ആരാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് നമുക്ക് അമ്മാവനെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. തൊട്ട് മുന്നേ നമ്മൾ എല്ലാവരും ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ട്. അമ്മയോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എല്ലാം നമ്മളിപ്പോ കേട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലോട്ട് വരും. അമ്മയുടെ ഉള്ളിൽ ദൈവാത്മാവ് നിറഞ്ഞു. എലിസബത്തിനെ കാണാൻ പോയി. അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുകയാണ്. അവിടുന്ന് ഷെമയോനും എന്നായി അവിടെ പരിശുദ്ധാത്മാവ് നിറയുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അമ്മ പറയുന്നത് അങ്ങോട്ട് കേൾക്കുകയാണ്. ആത്മാവിന്റെ ഒരു വലിയ നിറവ് എല്ലാം വേണം. കർത്താവ്, ഈ പെന്തക്കോസ്താക്കി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മയുടെ കൈ പിടിക്കണം. നമുക്ക് അമ്മയെ സ്നേഹിക്കാം. അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആത്മാവിനെ വേണം. അമ്മയുടെ സാന്നിധ്യം ഉള്ളിടത്ത് നമുക്കറിയാലോ, നമ്മൾ ദൂരെ എവിടെയെങ്കിലുമൊക്കെ, ഞാൻ സെമിനാരിലൊക്കെ ആയിരിക്കുമ്പോഴത്തേനും അമ്മയൊക്കെ വരുമ്പോഴത്തേനും എന്തെങ്കിലും മേടിച്ചോണ്ടാ വരുന്നത്. ഭക്ഷണമൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ട്, മിച്ചറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും. സ്വർഗീയ അമ്മ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്, ഈശോയെയും കൊണ്ടാണ്. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ മനസ്സിലേക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കും. ആരാധന 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 ജീവനുള്ള അമ്മേ അമ്മേ മാമരിയേ, എന്നീശോ ആണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ
എന്നെ ചേർക്കണമേ. അമ്മയുടെ നീല മേലങ്കിയാൽ നമ്മളെല്ലാവരെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന മനസ്സിൽ കണ്ടേ, അത് വിശ്വസിച്ച് കണ്ടേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊന്നും മാതാവിന്റെ കയ്യിലോട്ട് കൊടുത്തേ. അമ്മാവെന്ന് അറിയണം, അമ്മാവെന്ന് അറിയണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞങ്ങൾക്ക് ശക്തിയില്ല മാതാവേ, ഞങ്ങൾക്ക് ശക്തിയില്ല. പലപ്പോഴും ഞങ്ങൾ തളർന്നു പോവുകയാണ്, ഒറ്റപ്പെട്ടു പോവുകയാണ്, ഞങ്ങൾ ഞങ്ങൾ തകർന്നു പോവുകയാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയാണ്. രോഗം വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഞങ്ങളോട് ഇടപെടുന്നത്. ജീവിതാന്തസ്സിനെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കാം. അമ്മാവ് നിറയണം. ആ ജീവിതാന്തസ്സിൽ നിലനിൽക്കണമെങ്കിൽ, ആ ജീവിതാന്തസ്സിൽ വിശ്വസ്തത ഉണ്ടാവണമെങ്കിൽ, വിശുദ്ധി ഉണ്ടാവണമെങ്കിൽ, സ്നേഹം ഉണ്ടാവണമെങ്കിൽ, പരസ്പര ഐക്യം ഉണ്ടാവണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് വേണം. യൂണിറ്റി. ഒരുമിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഈ 138 140 പേര് ഇപ്പോൾ ഉണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഐക്യം നിറയണം. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഐക്യം നിറയണം. ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിൽ ഒരു ഐക്യം, കമ്മ്യൂണിറ്റി ലൈഫിൽ ഒരു ഐക്യം നിറയണം. ആത്മാവിന്റെ നിറവ് വേണം. നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറയാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കല്യാണം കഴിച്ചവരൊക്കെ ജീവിത പങ്കാളിയുടെ ഉള്ളിൽ ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച്, മക്കളിൽ ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച് എല്ലാം അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും. എല്ലാം കൊടുക്കും. നമ്മുടെ കൊച്ചുമക്കള്, ജീവിത സാധനങ്ങളെല്ലാം, നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ്, സമർപ്പിതരൊക്കെ കമ്മ്യൂണിറ്റി ലൈഫ് എല്ലാം നമ്മുടെ എല്ലാവരുടെ ആത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഒരിക്കൽ കൂടെ പാടി. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീടൊരു ദേവാലയമാവാൻ വേണ്ടി ആഗ്രഹിച്ചു. വീടൊരു ദേവാലയം. ആ സിഹിയോൻ മാളിക ശരിക്കും ദേവാലയമാണ്. സിഹിയോൻ മാളിക ആത്മാവ് അങ്ങ് നിറഞ്ഞ് അതിന്റെ മൂലം, മുക്ക്, മൂലം, ഭിത്തി എല്ലാം ആത്മാവിന്റെ നിറവ് ആ ശിഷ്യന്മാരിലും എല്ലാവരും നിറഞ്ഞ അഗ്നിനാവുകൾ പോലുള്ള ജ്വാലകൾ നിറഞ്ഞ ഒരു പ്രകാശം നിറഞ്ഞു നമ്മുടെ വീട് മുഴുവൻ നിറയണം. മുക്ക്, മൂല എന്തെങ്കിലും അശുദ്ധ പ്രവൃത്തികളൊക്കെ ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നീങ്ങി പോകണം. ദൈവസ്നേഹത്തിനെതിരായി, സഹോദര സ്നേഹത്തിനെതിരായി എന്തെങ്കിലുമൊക്കെ തിന്മ പ്രവൃത്തികൾ നമ്മൾ അറിയാതെ അറിഞ്ഞുപോയി വന്നു പോയിട്ടുണ്ട്. വീടങ്ങ് വിശുദ്ധീകരിക്കാൻ വേണ്ടി വലിയ ആഗ്രഹിച്ചു. ആത്മാവിന്റെ നിറവ് അവർ ഒരിക്കൽ സ്തുതിക്കാം. ഹാലലുയ, ഹാലലുയ. എല്ലാവരും സ്തുതിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വലിയ സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സഖറിയ 2:5 അഭിഷേകത്താൽ എല്ലാവരുടെയും വീടുകളെ സമർപ്പിച്ച് അവരുടെ സമർപ്പണ മണ്ഡങ്ങളെ, കോൺവെന്റുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഈശോയെ, അഗ്നി കൊണ്ടുള്ള കോട്ടയുടെ സംരക്ഷണം ഈ നിമിഷം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ആരാധന, 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 ആരാധന. ഒരുപാട് പേർക്ക് ഭാഷാവരം ഈശോ നൽകുന്നു. ഒരുപാട് പേർക്ക് ഭാഷാവരം ഈശോ നൽകുന്നു. ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ. നാവിന്റെ കെട്ടഴിച്ച് മാറ്റുന്നുണ്ട്. ആ നാവിന്റെ കെട്ടഴിച്ച് മാറ്റുന്നുണ്ട്. ആ അതരത്തെ വിട്ടുകൊടുത്ത് സ്വാതന്ത്ര്യം ബലം പിടിക്കരുത്. നിങ്ങളുടെ അതരത്തിൽ വരുന്ന ശബ്ദം അങ്ങ് പുറപ്പെടുവിച്ചു. ശബ്ദം ഫ്രീ ആയിട്ട് നൽകപ്പെടുന്നു. രാത്രി എല്ലാവർക്കും ആത്മാവിന് നൽകപ്പെടുന്നു. വചനത്തിനരുവിയൊഴുക്കും പരിശുദ്ധാത്മാവേ,
ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. ജീവജലത്തിനരുവിയൊഴുക്കും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. നിത്യസഹായം ഞങ്ങൾക്കരുളും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. സ്ത്രീഹന്മാരിൽ ധീരത നൽകി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. പാപബോധം ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. വിജ്ഞാനത്തിനുറവിടമാകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. വിശുദ്ധിതൻ കൃപ ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വരദാനങ്ങൾ ചൊരിയണമേ. സാന്നിധ്യത്തിൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറം അനുഭവിച്ച് നമുക്ക് എല്ലാവർക്കും ആത്മാവിന് നിറം നൽകപ്പെടും. എല്ലാവർക്കും ആത്മാവിന് നൽകപ്പെടും. അതനുഭവിച്ച് എല്ലാവരും മാതാവേ ഒരു നിറവനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒത്തിരി പേർക്ക് കൃപ കൊടുക്കും. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും, സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകൾ എണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. ജപമാല ചൊല്ലാൻ ഒത്തിരി പേർക്ക് കൃപ തരുന്നിട്ട് ഒത്തിരി പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. കണ്ണടച്ചുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനേകർക്ക് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അമ്മ വന്നാൽ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ അമ്മേന്ന് വിളിക്കുന്ന ഒത്തിരി പേർക്ക് കൃപ കൊടുക്കും. അമ്മേ അമ്മേ അമ്മേന്ന് വിളിക്കുന്ന അമ്മ എന്തോന്ന് വിളിക്കുക. ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ സാന്നിധ്യം. നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുത്തേ. അമ്മേ, ഞങ്ങളുടെ 2ാമത്തെ ദിവസം പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹം മാത്രം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിക്കണം, തിന്മയോട് പടവെട്ടണം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ഒക്കെ ഇച്ഛകൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കണ്ട. ഞങ്ങൾക്ക് ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചാൽ മതി. ലൂക്ക 1:38 അഭിഷേകത്താൽ ഈ ഇന്നത്തെ കൂട്ടായ്മയുള്ള എല്ലാവരും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ, ആ വചനം പോലെ ഇല്ലാകട്ടെ എന്ന് പറഞ്ഞതാണ്. അത് പറഞ്ഞതിന്റെയാണ് ആത്മാവിന്റെ എഫക്റ്റ് ആണ്.
ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥികലം, ദൈവകൃപ നിറഞ്ഞ അമ്മേ മാതാവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെല്ലാം കൃപ നിറയണം. ഞങ്ങളുടെ മാതാപിതാക്കളിൽ കൃപ നിറയണം. ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ കൃപ നിറയണം. ഞങ്ങളുടെ മക്കളിൽ കൃപ നിറയണം. ഞങ്ങളുടെ സമർപ്പിതരിൽ കൃപ നിറയണം. വൈദികരിൽ കൃപ നിറയണം. എല്ലാം ആഗ്രഹിച്ച് പ്രിയർ കൂടി ഈ പെന്തക്കോസ്താ ദിനങ്ങളിലെ ഈ പ്രിപ്പറേഷനെ നമുക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാം. ഏതൊരുവിധ തടസ്സവും ഉണ്ടാകാതിരിക്കാൻ യാതൊരുവിധ തടസ്സവും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ആത്മാവിനെ വേണം, ആത്മാവിനെ വേണം. കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്ന സഭയിൽ മുഴുവൻ ആത്മാവിന്റെ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പായെ, എല്ലാ മെത്രാന്മാര്, മെത്രാപൊലിത്തമാര്, വൈദികര്, ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛന്മാര്, ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിച്ച ആത്മാവിന്റെ നിറവ് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പറ്റുന്നവരൊക്കെ മുട്ടുമേൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആത്മാവിനെ പരിശുദ്ധ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആത്മാവിനെ വർഷിക്കപ്പെടുന്ന നിമിഷമാണ്. സ്തുതിക്കാം. ഹാലലുയ ഹാലലുയ ഹാലലുയ. ശരി അമ്മാവേ നിറയണമേ, ആത്മാവേ എല്ലാ വ്യക്തിയിലേക്ക് ആത്മാവ് നിറയട്ടെ. കുടുംബങ്ങളിലേക്ക് ആത്മാവ് നിറയട്ടെ. ദിവ്യകാരണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വിശുദ്ധാമ്മയുടെ തായ് പിടിച്ച് അപ്പസ്തലന്മാരോട് ചേർന്ന്, സകല വിശുദ്ധരോട്, മാലാഖമാരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, ഉപവാസികളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് ആത്മാവിനെ തരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് മധ്യസ്ഥയും മാതൃകയും ഞങ്ങൾക്ക് സ്വന്തമായി അമ്മയും ആത്മാവിനെ നിറയാൻ സഹായിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്